DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 19 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വീടുകളിൽ ഗാർഹിക പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി തീർച്ചയായും ഇലക്ട്രോണിക് KYC ചെയ്തിരിക്കണം. ഇത് ഒറ്റത്തവണ ചെയ്താൽ മതി. ഏജൻസിയിൽ നേരിട്ടെത്തി സൗജന്യമായി ചെയ്യുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആക്റ്റീവായ മൊബൈൽ നമ്പർ, ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയാണ് വേണ്ടത്. ഗ്യാസ് KYC ഇനിയും ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇതിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ അടുത്ത് തന്നെ പ്രഖ്യാപിച്ചേക്കാം. അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും ഗ്യാസ് KYC മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ തുടർന്നങ്ങോട്ട് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന വാർത്തകളൊക്കെ എത്തുന്നുണ്ട്. അതിനാൽ ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ വർഷം 1 ലക്ഷത്തിന് മുകളിൽ പാർപ്പിടത്തിന് അനുമതിയുണ്ടായിരുന്നു. ഇത് നമ്മുടെ സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിയുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ടാണ് 4 ലക്ഷം രൂപ ലഭിക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കുന്നത്. വിവിധ മേഖലകളിൽ ഇതിന്റെ അപേക്ഷാ ഫോമുകളും ലഭ്യമാണ്. ലൈഫ് പദ്ധതി പ്രകാരം ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ മേഖലകളിലേക്കും അപേക്ഷകളില്ല. തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാർഡുകൾ എടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അപേക്ഷകൾ പുതുതായി സമർപ്പിക്കാൻ സാധിക്കും. തൊഴിൽ കാർഡ് എടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും തൊഴിൽ കാർഡ് നൽകണമെന്നുള്ള ചട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അർഹതയുള്ള എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനും അതോടൊപ്പം നിലവിൽ പുതുക്കിയ വേതന നിരക്കനുസരിച്ച് 369 രൂപ ലഭിക്കുകയും ചെയ്യും. ഇനി വളരെ വൈകാതെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡ് കൂടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മാസം തോറും പെൻഷൻ ആനുകൂല്യങ്ങളും അതോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസ്, അപകട ഇൻഷുറൻസ് എന്നിങ്ങനെയുള്ള വിവിധ സ്കീമുകൾ വഴിയുള്ള ആനുകൂല്യങ്ങളും ഇത്തരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, 2000 രൂപയിൽ കൂടുതലുള്ള യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇടപാടുകൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ചുമത്താൻ പദ്ധതിയിടുന്നുവെന്ന തരത്തിലുള്ള കിംവദന്തികൾ ധനകാര്യ മന്ത്രാലയം പൂർണ്ണമായി നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇത്തരം വാദങ്ങളെ തെറ്റായും തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതവുമാണെന്ന് സർക്കാർ വ്യക്തമാക്കി. 2000 രൂപയിൽ കൂടുതലുള്ള UPI ഇടപാടുകൾക്ക് GST ചുമത്താൻ സർക്കാർ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ പൂർണ്ണമായും തെറ്റാണ്. ഇത് ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതവുമാണ്. നിലവിൽ ഇങ്ങനെയൊരു നിർദ്ദേശം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ഇത് ഉപയോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ ആശ്വാസം നൽകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.